ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടല വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് കടലയാണ് ഞാൻ എടുത്തത്. ഇത് നന്നായിട്ട് തുടച്ചെടുക്കുക. കഴുകിയാൽ പിന്നെ നമുക്കിത് വറുത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പൊടികളൊക്കെ ഒന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഞാനിവിടെ കടല എല്ലാം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ കൂടി പോവരുത്, 1/2 ടീസ്പൂൺ തന്നെ മതി. ഈ കടല ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നന്നായിട്ട് ചൂടായി വരണം, എങ്കിലേ നമുക്ക് കടല വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഉപ്പ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശർക്കരയും കടല പൊടിച്ചതും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
നമ്മുടെ കടല മിഠായി ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കടലൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.